Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. കാലടി ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ സുവർണ ഉദ്യാനം ഒരുങ്ങി. അലങ്കാര പുഷ്പ ഫലവൃക്ഷ പ്രദർശനവും വിപണനവും ഒക്ടോബർ 5 വരെ നീണ്ടുനിൽക്കും. കാർഷിക വൃത്തിയിൽ തൽപരരാണ് കാലടി പ്രദേശവാസികൾ. അലങ്കാര ചെടികളും ഫലവൃക്ഷ തൈകളും വീടുകളിലും പറമ്പുകളിലും നട്ടുവളർത്താൻ ഇഷ്ടപ്പെടുന്നവരാണ് ഏറെയും. അത്തരത്തിൽ കൃഷിശീലമാക്കിയവർക്കുള്ള ഒരു സുവർണാവസരമാണ് മണ്ണുത്തി സൗത്ത് സൺ അഗ്രികൾച്ചറൽ ഫാമും കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയും ചേർന്ന് കാലടി ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. നല്ല ഫലവൃക്ഷ തൈകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, ഇതിന് പ്രചാരണം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയും സൗത്ത് സൺ അഗ്രികൾച്ചറൽ ഫാം മണ്ണൂത്തിയും സംയുക്തമായി 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഫലവൃക്ഷ പ്രദർശന സ്റ്റോള് നമ്മുടെ ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. 300ഓളം വരുന്ന ഫലവൃക്ഷങ്ങളാണ്. എല്ലാ തരത്തിലും മാവ്, നല്ല ബെഡ് മാവ്, നല്ല ഇനം പേര തൈകൾ, പ്ലാവിൻ തൈകൾ, റംബൂട്ടാൻ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള 300ഓളം വരുന്ന ഫലവൃക്ഷ തൈകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വളരെ ന്യായമായ വിലയ്ക്ക് നമുക്ക് ഇത് ലഭ്യമാകുന്നു. 9 ദിവസം ഈ സ്റ്റോള് പഞ്ചായത്തിൻ്റെ ഈ ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കും. എല്ലാ നല്ലവരായ നാട്ടുകാർക്കും കാലടി നിവാസികൾക്ക് മുഴുവൻ ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഇത് നടത്തുന്ന ഇതിൻ്റെ സൊസൈറ്റി 7 നഴ്സറികളുടെ ഒരു സൊസൈറ്റിയാണ് ഇതിങ്ങനെ ഇത്തരത്തിലുള്ള പ്രദർശനങ്ങളും വിൽപ്പനയും നടത്തുക. അവർ നല്ല രീതിയിലൊരു മിനിമം തുകയ്ക്ക്, നമുക്കറിയാം താരതമ്യേന പുറത്തുള്ള നഴ്സറികളിൽ നിന്നും കിട്ടുന്നതിനേക്കാളും ലാഭത്തിൽ ഗുണഭോക്താക്കൾക്ക് കുറവ് വിലയ്ക്ക് ലഭ്യമാക്കും. നമുക്കെല്ലാവർക്കും ഇത് ഉപയോഗപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വിൽപ്പനശാല ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക ബാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതി സൗത്തൺ അഗ്രികൾച്ചറൽ ഫാം മണ്ണൂത്തിയും ഒരുക്കുന്ന ഈ വിപണനമേള ആരോഗ്യമുള്ള പൂച്ചെടികൾ, ഫലവൃക്ഷ തൈകൾ, ഇത് 9 ദിവസത്തേക്കാണ് പഞ്ചായത്ത് ഈ ഓഡിറ്റോറിയം ഇവർക്ക് നൽകിയിരിക്കുന്നത്. അതുവഴി നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക്, കർഷകർക്ക്, അതുപോലെ പൂന്തോട്ടം ഉണ്ടാക്കുന്ന ആളുകൾക്ക് എല്ലാം ഇവിടെ വന്ന് ഇത് വാങ്ങി കൊണ്ടുപോകാനുള്ള ഒരു അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ടൗൺ വാർഡ് മെമ്പർ PB സജീവ്, ഗ്രാമപഞ്ചായത്ത് അംഗം ബിനോയ് കൂരൻ എന്നിവർ പ്രസംഗിച്ചു. കാലടിയെ സംബന്ധിച്ചൊരു കാർഷിക പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് കാലടി. ഈ പ്രദേശത്തെ കർഷകർക്കും പൂന്തോട്ട നിർമ്മാണത്തിൽ തൽപരരായിട്ടുള്ള ആളുകൾക്കെല്ലാം ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള നല്ല തൈകളൊക്കെ മേടിക്കാൻ ലഭിക്കുന്ന ഒരു അവസരമാണ്. ഏതായാലും പഞ്ചായത്ത് ഈ ഓപ്പൺ എയർ സ്റ്റേഡിയം ഇത് നൽകുന്നതിന് കാണിച്ചിട്ടുള്ള ഒരു താല്പര്യം ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി ഗുണപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഏതായാലും ഈ കാലടി ഓപ്പൺ എയർ സ്റ്റേഡിയത്തിന് മുൻവശത്ത് നോക്കിയാൽ തന്നെ ഒരു പച്ചപ്പ്, ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി ലഭ്യമാകുന്ന തരത്തിലാണ് ഇവർ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള ആളുകൾക്ക് മെച്ചപ്പെട്ട തൈകൾ വാങ്ങുന്നതിന് സൗകര്യപ്രദമായി ഇത് ഒരുക്കിയ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഈ സ്റ്റാളുകൾ പൂർവാധികം ഈ ഒരാഴ്ചക്കാലം കൊണ്ട് നല്ല നിലയിൽ എല്ലാ ആളുകൾക്കും ലഭ്യമാകട്ടെ ഈ തൈകളൊക്കെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിനെല്ലാ വിധത്തിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നമസ്കാരം.
ഒട്ടേറെ നമുക്കറിയാം ഈ പ്രദേശം ഒട്ടേറെ രോഗികളാൽ നിറഞ്ഞ് മായം കലർന്ന ഭക്ഷണം കഴിച്ച് ക്യാൻസർ അടക്കമുള്ള രോഗം കൊണ്ട് വലയുന്നൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നല്ല മായം കലരാത്ത നമ്മുടെ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ സാധ്യമായ രീതിയിലുള്ള വൃക്ഷത്തൈകളാണ്, അതുപോലെ തന്നെ ഫലവൃക്ഷാദികളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. ഇത് ചെറിയൊരു സബ്സിഡിയോടുകൂടി ജനങ്ങൾക്ക് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് വരും ദിവസങ്ങളിൽ എന്തായാലും ഈ പ്രദേശത്തുള്ള കാലടി ഗ്രാമപഞ്ചായത്തിൻ്റെയും മറ്റ് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെ ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇതിൽ നിന്ന് നേതൃത്വം കൊടുത്ത അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയുടെ ഭക്ഷണ പദാർത്ഥങ്ങളും ഇവിടെ ലഭ്യമാണ്. അവരെയും സഹായിക്കുന്ന തരത്തിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാടൻ ഇനങ്ങളിലും വിദേശ ഇനങ്ങളിലും പെട്ട 300-ൽ പരം ഫലവൃക്ഷ തൈകളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് മുഖ്യ സംഘാടകൻ PV സതീഷ് കുമാർ പറഞ്ഞു. കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയും മണ്ണുത്തി സൗത്ത് സൺ അഗ്രികൾച്ചർ ഫാമും കാലടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഓപ്പൺ എയർ സ്റ്റേജിൽ 9 ദിവസമായി നടക്കുന്ന ഈ ഫലവൃക്ഷ തൈകളുടെ പ്രദർശന വിപണനവും ഇതിൽ ഈ ഇന്ത്യ രാജ്യത്തിലെയും വിദേശ രാജ്യങ്ങളിലെയും 300-ൽ പരം ഫലവൃക്ഷ തൈകളും അലങ്കാര പൂച്ചെടികളും കാലടിയിലെ കർഷകർക്കും പ്രകൃതി സ്നേഹികൾക്കും വന്ന് കാണുവാനും സ്വന്തമാക്കുവാനുമുള്ള ഈ 9 ദിവസമുള്ള അവസരത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ കൃഷിയെക്കുറിച്ചുള്ള എങ്ങനെ വയ്ക്കണം, ഏതെല്ലാം തൈകൾ എങ്ങനെ വയ്ക്കണം, അതിനെക്കുറിച്ചുള്ള അറിവും പറഞ്ഞു തരുന്നതാണ്. എങ്ങനെ പ്ലാന്റ് ചെയ്യണം, ചട്ടിയിൽ വയ്ക്കാവുന്ന മാവുകൾ, ചട്ടിയിൽ വയ്ക്കാവുന്ന ഫ്രൂട്ട്സ് തൈകൾ, അതുപോലെ തന്നെ റംബുട്ടാൻ, ലിപ്പോട്ട്, പുതിയ പുതിയ പഴങ്ങൾ, ജപ്പാൻ്റെ മാവ് വരെയുണ്ട്. മിയാസാക്കി എന്ന് പറയും, ജപ്പാനിലുള്ള മാവാണ്. അതും നമ്മുടെ നാട്ടിൽ കായ്ക്കും. അതുപോലെ തന്നെ മിറാക്കിൾ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, എല്ലാവിധ വിദേശ പഴങ്ങളും ഈ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടുകയും ചെയ്യാം, ഇത് സ്വന്തമാക്കുകയും ചെയ്യാം. ഈ അവസരം നിങ്ങളെല്ലാവരും വിനിയോഗിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മുന്തിയ ഇനത്തിൽപ്പെട്ട പല ഇനം തെങ്ങിൻ തൈകൾ, കായ്ഫലമുള്ള വിവിധ തരം മാവ് ഇനങ്ങൾ, കവുങ്ങ്, കുരുമുളക് വള്ളികൾ, പേരയ്ക്ക, മുസമ്പി, ഞാവൽ, ബട്ടർ ഫ്രൂട്ട്, പപ്പായ, നെല്ലി തുടങ്ങി എല്ലാത്തരം ഫലവൃക്ഷങ്ങളും പ്രദർശനത്തിലുണ്ട്. അടുക്കളത്തോട്ടങ്ങളെ സമ്പന്നമാക്കുന്ന പലതരം പച്ചമുളകിൻ തൈകൾ, പച്ചക്കറി വിത്തുകൾ, ടിഷ്യൂ കൾച്ചർ വാഴ തുടങ്ങിയവയും പ്രദർശനത്തിൽ ലഭ്യമാകും. വീട്ടുമുറ്റങ്ങളെ മനോഹരമാക്കുന്ന പൂച്ചെടികളുടെ വലിയൊരു ശേഖരമാണ് മേളയുടെ മറ്റൊരു സവിശേഷത. വർണ്ണാഭമായ പല ഇനത്തിൽപ്പെട്ട റോസാച്ചെടികൾ, ചെണ്ടുമല്ലി, ചെത്തി തുടങ്ങിയ ഉദ്യാന പുഷ്പങ്ങളും പ്രദർശനത്തെ ആകർഷകമാക്കുന്നു. ഫലവൃക്ഷ തൈകൾ കൂടാതെ വളങ്ങൾ, കുമിൾ കീടനാശിനികൾ, ഇപ്സം സാൾട്ട്, നാച്ചുറൽ ഡയറ്റ്, ചെടിച്ചട്ടികൾ, ഗ്രോ ബാഗുകൾ, ചകിരിച്ചോർ തുടങ്ങിയവയും പ്രദർശനത്തിലുണ്ടാകും. കുടുംബശ്രീ പ്രവർത്തകർ തത്സമയം പാചകം ചെയ്ത് തയ്യാറാക്കുന്ന വിഭവങ്ങളോടെയുള്ള ഭക്ഷണശാലയും പ്രദർശന നഗരിയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഒക്ടോബർ 5 വരെ എല്ലാ ദിവസവും രാവിലെ 8 മുതൽ രാത്രി 8 വരെയാണ് പ്രദർശന സമയം. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി. 70 years of trust.